പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പുതിയ സർക്കാർ ചുമതലയേൽക്കാൻ വൈകുന്നതോടെ സംസ്ഥാനത്ത് ഭരണസ്തംഭനമാണ്. നാഥനില്ലാത്ത അവസ്ഥയിലാണ് സെക്രട്ടേറിയറ്റ്. കാവൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തുടരുന്നുണ്ടെങ്കിലും ഭരണങ്ങളിലും ഭരണകാര്യങ്ങളിലും ഇടപെടുന്നില്ല. മുഖ്യമന്ത്രി രാജിക്കത്ത് നൽകുമ്പോൾ കാവൽ മന്ത്രിസഭയോട് ഗവർണർ തുടരാൻ നിർദ്ദേശിക്കാറാണ് പതിവ്. എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രിയോട് മാത്രം തുടരാനാണ് നിർദ്ദേശിച്ചത്. അതിനാൽ മന്ത്രിമാരെല്ലാം സ്ഥാനമൊഴിഞ്ഞു. ഫയലുകളിൽ വകുപ്പ് സെക്രട്ടറിമാരും തീരുമാനങ്ങൾ എടുക്കുന്നില്ല. പുതിയ സർക്കാർ വരട്ടെ എന്നാണ് ഉദ്യോഗസ്ഥരുടെയും നിലപാട്. ധനവകുപ്പിലും വിദ്യാഭ്യാസ വകുപ്പിലുമാണ് കടുത്ത പ്രതിസന്ധി. മുൻ സർക്കാരിന്റെ പദ്ധതികളിലെ തുടർ നടപടികൾക്കും അനുമതി ഇപ്പോൾ ലഭിക്കുന്നില്ല. ഹരിമോഹൻ സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട്. ഹരിമോഹൻ, ഗുഡ് മോർണിംഗ്. ഹരിമോഹൻ, മൊത്തത്തിൽ സ്തംഭനമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു വകുപ്പിലെന്നല്ല, എല്ലാ വകുപ്പിലും കാര്യമായ ഫയലുകൾ നീങ്ങുന്നില്ല. നയവുമായി ബന്ധപ്പെട്ട ഫയലുകളാണെങ്കിൽ മനസ്സിലാക്കാം, പക്ഷേ ദൈനംദിന ഫയലുകൾ പോലും നീങ്ങാത്ത സാഹചര്യമുണ്ട്. ശമ്പളം കൊടുക്കലും UDF നേതാക്കളുടെ സ്ഥലം മാറ്റത്തെക്കുറിച്ചുള്ള പരിഗണനകളും മാത്രമാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. സെക്രട്ടേറിയറ്റിലും സർക്കാർ സ്ഥാപനങ്ങളിലുമെല്ലാം ഒരു ഭരണസ്തംഭനത്തിന്റെ പ്രതീതിയാണോ ഹരിമോഹൻ? അരുൺ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും എന്റെ പുറകിൽ കാണുന്നത് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമാണ്. പക്ഷേ ഇപ്പോഴൊരു ഹോളിഡേ മൂഡ് പൊതുവെ സെക്രട്ടേറിയറ്റിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ ഹോളിഡേ മൂഡ് ഭരണസ്തംഭനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചു. നമ്മൾ സിനിമയിൽ അഞ്ഞൂറാൻ പറഞ്ഞ പോലെ കേറിവാടാ മക്കളെ എന്ന് പറഞ്ഞിട്ട് 10 ദിവസമായി ഇതുവരെ ആരും കയറി ചെന്നില്ല. ആ പ്രധാനപ്പെട്ട കസേര, അതായത് മന്ത്രിമാരുടെ കസേരയിലും മുഖ്യമന്ത്രിയുടെ കസേരയിലും ആരും തന്നെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഭരണസ്തംഭനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതിൽ ദൈനംദിന പ്രവർത്തികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ കടന്നു പോകുന്ന ഗേറ്റാണ്. എന്തായാലും കഴിഞ്ഞ 10 ദിവസമായിട്ട് കാവൽ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ, സ്വാഭാവികമായിട്ടും കാവൽ മുഖ്യമന്ത്രി ആയിട്ടുള്ള വ്യക്തി സെക്രട്ടേറിയറ്റിലേക്ക് ചെല്ലാറില്ല. പക്ഷെ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്. പക്ഷേ ഇക്കുറി പിണറായി വിജയൻ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പകരം UDF സർക്കാർ അധികാരത്തിൽ ഏറിയിട്ടുമില്ല എന്നുള്ളതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ഈ ജീവനക്കാർക്കിടയിൽ, ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയൊരു ഷിഫ്റ്റ് ചേഞ്ച് വന്നിട്ടുണ്ട്. കാരണം ഈ നയപരമായ കാര്യങ്ങളിൽ അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. കാരണം LDF സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളിലോ അല്ലെങ്കിൽ തീരുമാനങ്ങളിലോ ഒക്കെ തന്നെ UDF സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം. അതുകൊണ്ട് ആ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റെന്തെങ്കിലും അനുമതിക്കോ അല്ലെങ്കിൽ ഫണ്ടിനോ ഒക്കെ തന്നെ ജീവനക്കാർ ചെല്ലുമ്പോൾ, ഫയലുകളുമായി ചെല്ലുമ്പോൾ ഉദ്യോഗസ്ഥരുടെ മറുപടി പുതിയ സർക്കാർ വരട്ടെ എന്നുള്ളതാണ്. ആ പുതിയ സർക്കാർ വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് 10 ദിവസമായി തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ ഫണ്ട് അനുമതി അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു തടസ്സം നിലനിൽക്കുന്നുണ്ട്. അത് ആ ഫയലുകൾ ഇപ്പോഴും അവിടെ തന്നെ കെട്ടിക്കിടക്കുകയാണ്. ഒരു തരത്തിലുള്ള നീക്കുപോക്കും അതിനകത്ത് ഉണ്ടാകുന്നില്ല. വിദ്യാഭ്യാസ വകുപ്പിൽ ആകട്ടെ പാഠപുസ്തകം അടക്കമുള്ള കാര്യങ്ങളിൽ നടപടികൾ ഉണ്ടാകുന്നില്ല. ധനവകുപ്പിലാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഒരു തരത്തിലുള്ള ഫണ്ടുകൾ പോലും അനുവദിക്കുന്നില്ല എന്നൊക്കെയുള്ളതാണ് ജീവനക്കാർക്കിടയിൽ തന്നെയുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപം. ഇതിനിടയ്ക്ക് ആകെ നടക്കുന്നത് സ്ഥലം മാറ്റം മാത്രമാണ്. അത് മാത്രം മുറ തെറ്റാതെ കൃത്യമായി നടക്കുന്നു എന്നുള്ളതാണ്. ഇന്നും ഇന്നലെയും ഒക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഈ സെക്രട്ടേറിയറ്റിൽ ആകെ ഈ 10 ദിവസം നടന്നിട്ടുള്ള ഒരു പുരോഗതി എന്ന് പറയുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്.